നിങ്ങൾ ആരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഇത് തരേണ്ടത് എന്റെ ജോലി, വാങ്ങിച്ച് വായിക്കേണ്ടത് നിങ്ങളുടെ ജോലി. വായിക്കേ. എടോ, നിന്റെ സംസാരം ശരിയല്ലല്ലോ. സർ എന്താ പ്രശ്നം? എടോ, തനിക്കെല്ലാം വിശദമായിട്ട് അറിയണോ? ഇവിടെ എന്താ ഗാനമേള നടക്കുന്നുണ്ടോ? എടോ, എന്തിനാ ഇവിടെ ശ്രദ്ധിക്കുന്നത്? പോയി കസ്റ്റമേഴ്സിനെ ശ്രദ്ധിക്കണോ? കസ്റ്റമേഴ്സ് കുറവാണ് സർ. കസ്റ്റമേഴ്സ് കുറവാണെങ്കിൽ റോഡിൽ ഇറങ്ങി വിളിച്ചു വരുത്തണോ? അതിനാണല്ലോ മാസം മാസം ഇൻസെന്റീവ് വരുന്നത്. എന്താ സാർ ഇത്? ഇവനെവിടെ പോയി? അതെ, ഒരു ബ്ലൂ ട്രാക്ക് സൂട്ട് ഇട്ട ഒരു ഭയങ്കര ജിമ്മൻ അവിടെ നിന്നിരുന്നില്ലേ? അവനെ കണ്ടോ? അങ്ങോട്ട് പോയി സാർ. പോയോ? ഒരുത്തൻ ലെറ്റർ കൊണ്ടുവന്നതിന്റെ ക്ഷീണം വരെ ഇതുവരെ മാറിയിട്ടില്ല. അപ്പഴാ വേറൊരെണ്ണം. ഇതിലിപ്പോ എന്താണോ എഴുതിയിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. ഒന്ന്, നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അമ്മേ, അയ്യോ. 2, നിന്റെ സഹോദരൻ കൊലയാളിയാവും. എന്നെ ആയിരിക്കും അവൻ കൊല്ലുന്നത്. 3, നീ ആത്മഹത്യ ചെയ്യും. ഈശ്വര, എന്നോട് എന്തിനാ ഈ ക്രൂരത? എന്തായാലും ശ്രീകാന്ത് ആരെയും കൊല്ലില്ല. അപ്പോ ആരായിരിക്കും കൊലയാളിയാവും? ഈശ്വര, സച്ചിയാവും കൊലയാളിയാവുക. എന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് CCTV ലെഫ്റ്റിലേക്കല്ലേ കാണിച്ചേ? അപ്പൊ ലെഫ്റ്റിലോട്ട് പോവാം. നീ ഇവിടെ ഒന്ന് ചായം കുടിച്ചോണ്ട് നിൽക്കുകയാണല്ലേ? നിന്നെ ഞാൻ ഇത്രയും നേരം അന്വേഷിച്ചോണ്ടിരുന്നത്. പറയടാ, ആരാടാ നിന്റെ കയ്യിൽ ലെറ്റർ തന്നു? കോളറിന്ന് വിട് സാറേ. ശരി, പിടിക്കുന്നില്ല. നിനക്ക് ആരാ ഈ ലെറ്റർ തന്നത്? അത് പറ. ഞാനല്ല തനിക്ക് ലെറ്റർ തന്നെ. ഓ, എനിക്കറിയാം. ലെറ്റർ തന്നത് നീയാ. ഇത് എഴുതി എനിക്ക് തരാനായിട്ട് നിന്റെ കയ്യിൽ തന്നു വിട്ടത് ആരാണെന്ന് ചോദിച്ചത്. തന്നുവിട്ടത് ആരാന്നൊക്കെ ഞാൻ പറയാം. പറയ്, ആരാ? ആദ്യം ഞാൻ കുടിച്ച ചായയുടെ കാശ് കൊടുക്കും. നീ കുടിച്ച ചായയുടെ കാശ് ഞാൻ എന്തിനു കൊടുക്കണം? ഈ കത്താര തന്നുവിട്ടെന്ന് അറിയണോ? അറിയണം. അത് പറയണമെങ്കിൽ കാശ് കൊടുക്കണം. കൊടുക്കാം. ചേട്ടാ, ഇയാള് കുടിച്ച ചായയുടെ കാശ് എത്ര? 80 രൂപ. 80 രൂപയോ? ചായ മാത്രമല്ല, ബോണ്ടയും വടയും പഴംപൊരിയും പിന്നെ സിഗരറ്റും വാങ്ങിച്ചിട്ടുണ്ട്. കൊടുക്ക് സാറേ. ആരാണെന്ന് അറിയണ്ടേ? അതെ, എന്റെ കൂടെ ഇവിടെ നിന്ന് ചായ കുടിച്ചാൽ പൊക്കമുള്ള ആളെ കണ്ടോ? എനിക്കറിയില്ല, ചോദിച്ചിട്ട് കാര്യമില്ല. ഇനി അവന്റെ പൊടി പോലും കാണത്തില്ല. അതെന്താ? ഇനി അവന്റെ പൊടി പോലും കാണത്തില്ലെന്ന്. അല്ല, നിങ്ങൾ നേരത്തെ പരിചയമുള്ളവരാണോ? ഏയ് അല്ല, ഞാനിന്ന് അവനെ ആദ്യമായിട്ട് കാണുക. അവനൊരു കള്ളനാ. കൂടുതൽ സമയവും ജയിലില്ല. 2 ദിവസം മുന്നേ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഏയ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവനെന്റെ ഷോറൂമിൽ വന്ന് എനിക്കൊരു ലെറ്റർ എന്നിട്ട് അങ്ങ് പോയതാ. വേറെ ആരോ അവന്റെ കയ്യിൽ കൊടുത്തു വിട്ട ലെറ്ററാ. ഈ ലെറ്റർ എന്നവനെ ചെറിയ പുള്ളിയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശ്വര, ഇനി എന്തൊക്കെയായിരിക്കും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക? വന്നോ നീ? സമയം എത്രയാടാ? നീ ഈ സമയം വരെ എവിടെ പോയതാ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? നേരത്തെ വീട്ടിലെത്തണമെന്ന് എത്ര തവണ പറഞ്ഞതാ. നീ എന്താ പറഞ്ഞ കേൾക്കാത്തത്? ഒന്നും ഉണ്ടായിരിക്കും. സമയം നോക്കി പോകാനും വരാൻ ഇതെന്താ? ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസോ? തർക്കുത്തരം പറയല്ലേ? നീ കുടിച്ചിട്ടുണ്ടോ? അമ്മേ, ഇവൻ കുടിച്ചിട്ടുണ്ട്. ഇവന് മദ്യം നടക്കുന്നുണ്ട്. സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നിയതാ. നീ ഇത് എന്ത് ഭാവിച്ചാടാ? ഇതിന്റെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഒരു കമ്പനിക്ക് കുറച്ച് കഴിച്ചതാ. അതൊരു വലിയ കുറ്റമൊന്നുമല്ല. ഇങ്ങനെ കുറ്റമല്ലേ? എപ്പോ മുതലാണ് നീ ഈ ശീലം തുടങ്ങിയത്? സ്വയം നശിക്കാൻ നീ തീരുമാനിച്ചു അല്ലേ? ഇത്രയെങ്കിലും സ്നേഹം നിനക്ക് ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? നിന്റെ പോക്ക് ശരിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. എന്താണ് അതിന്റെ മനസ്സിൽ? എന്റെ മോൻ വളരെയാണല്ലോ. നാളെ ഞങ്ങൾക്ക് ഒരു നല്ല ദിവസം ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയില്ല ഇത്രയും നാളെ ഞങ്ങൾ പിടിച്ചു നിന്നത്. ഒക്കെ വെറുതെയാണെന്ന് മനസ്സിലായി. കൊതിച്ചതും സ്വപ്നം കണ്ടതും ഒക്കെ വെറുതെയായി. ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? എന്താ അവിടെ ഉണ്ടായതോ? നീ കാണിക്കുന്നൊക്കെ ശരിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പാർട്ടിയും ജോലി എന്നൊക്കെ പറഞ്ഞ് ആന്റണിക്കൊപ്പം കറങ്ങി നടന്ന് ഇതാണല്ലേ നിന്റെ പരിപാടി? എന്തിനാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? കോളേജിലേക്കാണെന്ന് പറഞ്ഞ് നീ രാവിലെ ബാഗ് എടുത്ത് ഇറങ്ങുന്നത് ഇതിനായിരുന്നല്ലേ? എന്ത് ശല്യത്? എന്താണ് ഇവനിങ്ങനെ? ഈ പോക്ക് പോയ ഇതിന്റെ ഭാവി എന്താവും? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? മുക്ക് വരെ വലിച്ചെറിയ ഉത്തരവാദിത്വം ഇല്ലാത്തവൻ. അമ്മേ, കുടി മാത്രല്ല ഇത് വലിയുണ്ട്. നമ്മൾ ഇത് ഇന്ന് അറിഞ്ഞേ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി കാണും. അമ്മേ, ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. അമ്മ ചേച്ചിയെ വിളിക്ക്. നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. ചേച്ചി വന്നവരോട് സംസാരിക്കട്ടെ. വിളിക്കമ്മേ. പറയമ്മേ. അയ്യോ അമ്മേ, അമ്മ കരയാണോ? എന്താ അമ്മ പറ്റിയേ? ശരത്തിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. അവന്റെ പോക്ക് ശരിയല്ല. അവന്റെ ഭാവി എന്താവും മോളെ? എന്താ അമ്മ, അവന് ആന്റണിയുടെ കൂടെ കറങ്ങുന്നത് നിർത്തിയില്ല അല്ലേ? ഇപ്പൊ എന്താ വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? ആ ആന്റണിയുടെ കൂടെ കൂടരുതെന്ന് എത്ര വട്ടം നമ്മൾ പറഞ്ഞതാ. അവൻ കേൾക്കുന്നില്ലല്ലോ ഇതൊന്നും. അമ്മ വിഷമിക്കാതിരിക്കുക. അവന്റെ പഠിത്തം കഴിഞ്ഞാ അവൻ ആന്റണിയുടെ കൂട്ടുവിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പൊക്കോളും. പഠിക്കാൻ അവൻ കോളേജിൽ പോകണ്ടേ? കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് രാവിലെ ഇറങ്ങുന്ന അവൻ ആന്റണിയുടെ കൂടെ കറങ്ങി നടക്കുക. എപ്പോഴും രാത്രി വൈകി വീട്ടിൽ വരിക. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ കുടിക്കാനും വലിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ല അമ്മ എന്താ പറഞ്ഞേ? മോളെ, അവനിന്ന് വന്നപ്പോ മദ്യം മണക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോ ചെറുതായിട്ട് കഴിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനും മോളും അവനെ വഴക്ക് പറഞ്ഞപ്പോ അവൻ ബാഗ് വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവനിത് എന്ത് ഭാവിച്ചാന്നാ? കാശിന് വേണ്ടി ആന്റണിയുടെ കൂടെ ജോലി ചെയ്യുന്നതേ ഞാൻ കരുതിയുള്ളൂ. ഇതുപോലുള്ള ശീലങ്ങളിൽ വന്ന് വീഴുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇങ്ങനെ പോയ ഇതെവിടെ ചെന്ന് അവസാനിക്കും? എനിക്ക് പേടിയാവുക. മോളെ, നീ രാവിലെ വന്ന് അവനോടൊന്ന് സംസാരിക്കോ? ആന്റണി അവനെ ഇങ്ങനെ ആക്കുന്നത്. ശരത്തിനോട് സംസാരിക്കുന്നതിന് മുമ്പ് ആന്റണിയോട് സംസാരിക്കണ്ടേ? വേണ്ട രീതിയിൽ അവൻ 2 കൊടുത്താ അവൻ നിർത്തിക്കോളും. നാളെ രാവിലെ ഞാൻ ചെന്ന് അവനെ കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരാമേ. മോളെ, ആ ക്രിമിനലിനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവനെ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. മോൾ ആന്റണിയെ കാണുമൊന്നും വേണ്ട. നീ നിന്റെ അനിയനെ പറഞ്ഞു മനസ്സിലാക്ക്. അവൻ ഇങ്ങനെ വിട്ട് ശരിയാവില്ല അമ്മേ. നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അപകടം ഇത്. അവൻ നമ്മുടെ ശരത്തിന്റെ ഭാവി ഇല്ലാണ്ടാക്കും. ഇനി അവൻ ശരത്തിനെ കാണില്ല. വേണ്ടതൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് നാളെ. കിട്ടിയതൊന്നും അവന് പോരെന്നാ തോന്നുന്നത്. അയ്യോ മോളെ, ദേവതി. ഹലോ അമ്മേ, ചേച്ചി എന്താ പറഞ്ഞേ? അവള് നാളെ ആന്റണിയെ ചെന്ന് കാണൂന്ന്. ഇവളിതെന്ത് ഭാവിച്ച?
അന്ന് സച്ച് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതിന്റെ പകയുണ്ടവന്. ഒരിക്കൽ വണ്ടി ഇടിച്ച് അവളെ അവൻ കൊല്ലാൻ നോക്കിയതല്ലേ. മുന്നേ കിട്ടിയ അവൻ എന്തെങ്കിലും ചെയ്യും. അമ്മ പേടിക്കണ്ട രേവതി ചേച്ചി, സച്ചേട്ടന്റെ പെണ്ണ. ചേച്ചി ആന്റണി എന്തായാലും തൊടില്ല. തൊട്ടാ സച്ചേട്ടൻ അവന്റെ കഥ കഴിക്കും. അതവന് നന്നായിട്ട് അറിയാം. ആ എഴുതി എന്ത് പറ്റിയാവും? ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് മിന്നി പറയാനുള്ള മുഖത്ത്. അമ്മയെങ്ങാനും വാളെടുത്തോ? അതിന് നിങ്ങളുടെ അമ്മ വാള് താഴെ വെച്ചില്ലല്ലോ. അതെപ്പോഴും കയ്യിൽ തന്നെ വെച്ചിരിക്കല്ലേ. എന്റെ നേരെ വീശ്. എന്റെ രേവതി, അമ്മ വാളെടുത്ത് വീശുമ്പോ നീ ഒരു വാളത്തങ്ങ് വീശ്. അമ്മ പേടിച്ചോടും. നീ ഇങ്ങനെ ഒരു പരിചയം പോലും എടുക്കാതെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന പ്രശ്നം. ഇപ്പൊ പ്രശ്നം നിങ്ങളുടെ അമ്മയല്ല, എന്റെ അനിയനാ. മോശ ശീലങ്ങളൊക്കെ തുടങ്ങി. അമ്മ ഇപ്പൊ എന്നെ ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ. ശരിക്കും നിങ്ങള് ചിരിക്കാതെ ഞാൻ പോയി അവന്റെ കൈ ഒടിക്കണോ? ഒരിക്കൽ കൈ ഒടിച്ചപ്പോ നീയും എന്റെ അമ്മയും അനിയത്തിയും എല്ലാരും കൂടെ എന്റെ തലകരുന്ന് തുള്ളിയല്ലോ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. മദ്യക്കുപ്പിയും സിഗരറ്റും ഒക്കെ ആയിട്ട് നിന്റെ അനിയനെ ഞാൻ കണ്ടായിരുന്നു. കുറച്ച് ഉപദേശം കൊടുത്തു. അനിയൻ അതിന് പുച്ഛിക്കുകയും ചെയ്തു. ഇപ്പൊ വേറും സിഗരറ്റ്. നാളെ നല്ല വീര്യമുള്ള മദ്യവും കഞ്ചാവൊക്കെ ആയിരിക്കും. പിന്നീട് രാസലഹരി. പിന്നെ പുറകെ വരിയായിട്ട് എന്തൊക്കെയോ വരാനുണ്ട്. ആന്റണിയുടെ സഹവാസമാണല്ലോ ഇതല്ല, ഇതിനപ്പുറം ചാടി കിടക്കും നിന്റെ അനിയൻ. അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമൊക്കെ ഉണ്ട്. ആരോട് പറയാൻ? ലേറ്റായി. നീ പോയി ഭക്ഷണം എടുത്തേക്ക്. ഞാൻ പെട്ടെന്ന് ഒന്ന് കുടിച്ചിട്ട് വരാം. ഇതിനപ്പുറം പോവില്ല. ആന്റണി മേള കൂട്ടിയിട്ട് നാളത്തോടെ ഞാൻ അവസാനിപ്പിക്കും. എന്തൊരു സുഖം. കിടന്നാ മതി, ഉറങ്ങിയുള്ള ഉറക്കമില്ല. നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ. നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. എന്റെ അമ്മേ, നിന്റെ സഹോദരൻ കൊലയാളിയാവും. അത് വേറെ ആരും ആയിരിക്കില്ല, സച്ചി തന്നെ ആയിരിക്കും. നീ ആത്മഹത്യ ചെയ്യും. ഈശ്വര, എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യുന്നേ? ഒന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ധാരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. ഉറങ്ങുന്നുണ്ടില്ല, ഒന്നും അറിയണ്ടല്ലോ. ഉറങ്ങ, നന്നായിട്ട് ഉറങ്ങ. നല്ല ഉറക്കവാ. ഇനിയിപ്പോ ഉറക്കത്തിൽ നിന്ന് വിളിച്ച അവളുടെ വഴക്കും കൂടെ കേൾക്കണം. അമ്മയോട് പറയാം. എന്തിനാ ഈ നേരത്തെ വിളിക്കുന്നത്? എന്താടാ, നിനക്ക് ഉറക്കമില്ലേ? എന്തിനാ വിളിക്കുന്നേ? അമ്മേ, എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പഴാണ് സമയം കിട്ടിയേ. എനിക്ക് ഉറങ്ങണം. നീ രാവിലെ പറഞ്ഞാ മതി. അയ്യോ അമ്മേ, അമ്മേ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അമ്മേ. ഇതിപ്പോ അമ്മയോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിങ്ങി പൊട്ടി മരിച്ചു പോകുന്നേ. അതെ, അമ്മ ഒന്ന് പുറത്തേക്ക് വാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്തൊരു കഷ്ടം ഇത്. ശരി, വരാം. വേഗം വാ അമ്മേ. അമ്മേ, ഇങ്ങ വന്നേ അമ്മേ, വന്നേ. കൈ ഇത് വിടറാ. എന്താ പറയാനുള്ളത് പറഞ്ഞു തോന്നിക്കേ. അമ്മേ, അമ്മേ, അന്ന് എനിക്കൊരു ലെറ്റർ കിട്ടിയ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ കളർ ഷർട്ട് ഇട്ട് കിടക്കുന്നത്. അയ്യോ, ഇന്ന് എനിക്ക് വീണ്ടും ഒരു ലെറ്റർ കൊടുത്തു വിട്ടിരിക്കുന്നു. ആരെ ഇതൊക്കെ കൊടുത്തു വിടുന്നേ? അതെനിക്ക് അറിയില്ല അമ്മേ. ഞാൻ ആകെ നടുങ്ങിയിരിക്കുക. അമ്മ ഒന്ന് വായിച്ചു നോക്കേ. അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അയ്യോ അമ്മേ, കളഞ്ഞിട്ട് നീല്ലേ അമ്മേ? ബാക്കിയും കൂടെ വായിക്കമ്മേ. അമ്മേ, വായിക്ക്. നിന്റെ സഹോദരൻ കൊലയാളിയാവും. നീ ആത്മഹത്യ ചെയ്യും. എന്താണ് ഇതൊക്കെ? അമ്മേ, ഞാൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക അമ്മേ. ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത് കണ്ടില്ലേ? ഞാൻ മരിച്ചു പോവോ? എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ മരിക്കുന്നതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? അല്ല, അമ്മയ്ക്ക് ഒന്നുമില്ലെങ്കിലും കുറച്ച് പ്രായമെങ്കിലും ആയില്ലേ? ഞാൻ എങ്ങനെയാണോ അമ്മേ? ഞാനൊരു യുവാവല്ലേ അമ്മേ? ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക്. ഏതെങ്കിലും ഒരുത്തന്നെ എഴുതിയെന്ന് കരുതി അതുപോലെ സംഭവിക്കണമെന്നുണ്ടോ? അതുപോലെ സംഭവിച്ച അമ്മേ, കൊടും രാത്രി, കൂരിട്ട് എങ്ങും നിശബ്ദത. എവിടെന്നൊക്കെയോ പട്ടികൾ കുറുക്കന്മാരെ ഊരിയിടുന്നു അമ്മേ. നമ്മളെല്ലാരും നല്ല ഉറക്കത്തിലായിരിക്കും. ആ ഭീകര രാത്രി നമ്മുടെ വീട്ടിനകത്ത് ഒരു കള്ളൻ കയറി. പാവം, എന്റെ അച്ഛനെ ആ കള്ളൻ പിടികൂടി. കള്ളൻ ഒരു കത്തി ഊരിയെടുത്ത് എന്റെ അച്ഛനെ കുത്തിയമ്മേ. അയ്യോ അമ്മേ, പാവം, എന്റെ അച്ഛന്റെ കുടൽമാല പുറത്തു വന്ന് അച്ഛൻ മരിച്ചമ്മേ. ഇത് കണ്ട് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അമ്മയും മരിച്ചു. അമ്മേ, രക്ഷപ്പെടാൻ വേണ്ടി പുറത്തേക്ക് ഓടിയ കള്ളന്റെ പുറകെ സച്ചി ഓടി. എന്റെ അനിയൻ കൊലപാതകയായി. മരിച്ചു കിടക്കുന്ന അച്ഛന്റെ അമ്മയുടെ അടുത്തിരുന്ന് ഞാൻ ഉറക്കെ കരഞ്ഞു അമ്മേ. എന്റെ കരച്ചിൽ കേട്ട് ശ്രുതി പുറത്തേക്ക് വന്നു. ഓടി വരുന്നതിനിടയിൽ സ്റ്റെയർ കേസിൽ കാല് തട്ടി തലയിടിച്ചവിടെ താഴെ വീണമ്മേ. തല പൊട്ടി ചോര വാർന്ന് എന്റെ ശ്രുതി മരിക്കുന്നു. ശ്രുതി മരിച്ച വിഷമം താങ്ങാനാവാതെ ഞാൻ ആത്മഹത്യ ചെയ്യുന്നു അമ്മേ. ഇങ്ങനെയൊക്കെ സംഭവിക്കാനാണ് അമ്മേ സാധ്യത അല്ലേ? അമ്മേ, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ? അയ്യോ അമ്മേ, അമ്മേ, ഞാൻ പറഞ്ഞ